Hello everyone, Introduction to Trigonometry, exercise 8.3, fourth question, third part. Tan theta by 1 minus cot theta plus cot theta by 1 minus tan theta is equal to 1 plus sec theta cosec theta. Okay, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് write the expression in terms of sin theta and cos theta എന്നൊരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കാം. LHS is equal to tan will become sin by cos divided by 1 minus cos by sin. Second term cot numerator, so cos theta by sin theta divided by 1 minus tan, which is sin by cos theta. Okay, കുറച്ച് സിംപ്ലിഫൈ ചെയ്യണം. ന്യൂമറേറ്റർ അങ്ങനെ നിന്നോട്ടെ, നമുക്ക് ഡിനോമിനേറ്റർ ഒന്ന് സിംപ്ലിഫൈ. sin theta by cos theta divided by 1 minus cos theta by sin theta. sin theta ആണ് ഡിനോമിനേറ്ററിൽ നമുക്ക് വേണ്ടത്. sin theta ഇവിടെ ഡിനോമിനേറ്ററിൽ വരണമെങ്കിൽ എന്താക്കണം, ന്യൂമറേറ്ററിൽ sin theta മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1ൻ്റെ അടുത്ത് sin theta വരും, മൈനസ് cos theta plus cos theta by sin theta divided by സെയിം നമ്മളിപ്പുറത്ത് ചെയ്ത പോലെ നമുക്ക് cos theta ആണ് ഡിനോമിനേറ്ററിൽ വേണ്ടേ. cos theta ഡിനോമിനേറ്ററിൽ വേണമെങ്കിൽ ന്യൂമറേറ്ററും cos theta കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1ൻ്റെ സ്ഥലത്ത് നമുക്ക് cos theta വരും, മൈനസ് sin theta. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ ഡിവിഷൻ സൈൻ ഉണ്ടല്ലോ, sin theta by cos theta divided by sin theta minus cos theta by sin theta. ഈ ഡിവിഷൻ സൈനിനെ നമുക്ക് ഒഴിവാക്കാം. അപ്പം എന്താക്കണം, ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് എഴുതണം. ഈക്വൽ ടു sin theta by cos theta ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം അല്ലേ. അപ്പോൾ sin theta by sin theta minus cos theta രണ്ട് ടേമിലുണ്ട്, ഞാൻ ബ്രാക്കറ്റ് ഇടാം, പ്ലസ് cos theta by sin theta ഉണ്ടാവുക ഡിവൈഡഡ് ബൈ cos theta മൈനസ് sin theta by cos theta നമുക്ക് റെസിപ്രോക്കൽ എടുക്കണം. ബിക്കോസ് നമ്മൾ ഡിവിഷനെ മാറ്റിയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. അപ്പം ബൈ cos theta മൈനസ് sin theta. ഇനി എന്ത് ചെയ്യും, ഈ രണ്ട് ടേമിനെ നമ്മൾ ഒരുമിച്ചാക്കാൻ പോവാം. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ എന്താ വരാ, sin theta മൈനസ് cos theta. പക്ഷെ ഇവിടെ cos theta മൈനസ് sin theta അല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഒരു ജസ്റ്റ് ഇമാജിൻ നമ്മളൊരു -1 by -1 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം എന്ത് വരും, ആ മൈനസ് സൈൻ മാറിയിട്ട് നമുക്ക് ഈ cos theta മൈനസ് sin theta ആണ്, sin theta മൈനസ് cos theta എന്ന് എഴുതണം. ഓക്കെ, കുറച്ച് സ്റ്റെപ്പ് കൂടി ചെയ്തിട്ട് അങ്ങനെ പോവാം. അപ്പം ഇവിടെ sin സ്ക്വയർ theta ഉണ്ട്, അതുപോലെ ഇവിടെ cos theta ഇൻറ്റു sin theta മൈനസ് cos theta. ഇനി ഇവിടെ ഈ മൈനസിന് നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, ഓർ ഇമാജിൻ ദാറ്റ് ഒരു -1 by -1 ഈ ടേമിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. -1 by -1 1 ആയി. അപ്പോൾ -1 by -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ന്യൂമറേറ്ററിൽ ഈ പോസിറ്റീവ് സൈൻ മൈനസ് ആവും. സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ sin theta ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു -1 ഉണ്ട്, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്, ഇൻറ്റു -1 by -1. ഈ മൈനസ് ആണ് ഇവിടെ വന്നത്. ഓക്കെ, ഈ മൈനസ് സൈനെ ഞാൻ ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് എടുത്താണ്. അപ്പം എന്താവും, മൈനസ് sin theta
പോസിറ്റീവ് സൈൻ തീറ്റ. കോസ് തീറ്റ എന്താ പോസിറ്റീവ് അല്ല, അത് മൈനസ് ആവും. ഓക്കെ, അതിനെ മാറ്റി എഴുതി. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയുടെ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, ബിക്കോസ് രണ്ടിൻ്റെ സൈന് മാറി, ഈ -1 ഉള്ളിൽ കയറിപ്പം. ഈ ടേമിൽ മാത്രം നമ്മളിത് ചെയ്തിട്ടില്ല. വൈ? ബിക്കോസ് നമുക്ക് ഈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ സെയിം ആയിട്ട് വേണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ഇതിൽ നമുക്ക് ഈ രണ്ട് ടേമിന് ഒരുമിച്ചാക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡിനോമിനേറ്റർ അപ്പം എന്താണ്? സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ രണ്ട് ഡിനോമിനേറ്ററിലുണ്ട്. ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്, ഇവിടെ ഒരു സൈൻ തീറ്റ ഉണ്ട്. അപ്പം കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഉണ്ട്. ഇത് രണ്ട് ടേമിന് വന്നു. പിന്നെ കോമൺ ആയിട്ട് നമുക്ക് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയും വരും. ഇതായിരിക്കും ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ വരാം. ഇനി ഓരോ ടേമിലും ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കും. ഇവിടെ സൈൻ തീറ്റ ഇല്ല, അപ്പോൾ ഇൻറ്റു ഈ സ്ഥലത്ത് സൈൻ തീറ്റ ഇൻറ്റു ഇവിടെയും ഒരു സൈൻ തീറ്റ വേണം. ഓക്കെ, ഇവിടെ കോസ് തീറ്റ ഇല്ല, അപ്പം ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റയും വരണം. ഓക്കെ, അപ്പോൾ അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? ഇതൊരു സൈൻ തീറ്റ അല്ല എക്സ്ട്രാ നമ്മളിട്ട്, അപ്പം സൈൻ സ്ക്വയർ ഓൾറെഡി ഉണ്ട്, സൈൻ ക്യൂബ് തീറ്റ വരും മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് ക്യൂബ് തീറ്റ. ഓക്കെ ഓക്കെ, ഇനി സൈൻ ക്യൂബ് തീറ്റ മൈനസ് കോസ് ക്യൂബ് തീറ്റ എന്ത് ചെയ്യും? നമുക്കൊരു ഐഡൻറ്റിറ്റി കൊണ്ട് പഠിച്ചിട്ടുണ്ട്. a cube minus b cube is equal to a minus b into a square plus b square plus ab വരട്ടെ. ഓക്കെ, ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ് ആയിരിക്കും, ഇവിടെ പ്ലസ് ആയിരിക്കും. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഉണ്ട്, അപ്പോൾ ഇവിടെ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ, ഇവിടെ നമുക്ക് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ സൈൻ ക്യൂബ് തീറ്റ മൈനസ് കോസ് ക്യൂബ് തീറ്റ ഇത് വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാം. സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഫസ്റ്റ് ബ്രാക്കറ്റിൽ, സെക്കൻഡ് ബ്രാക്കറ്റിൽ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, ഇത്രയായി. ഡിനോമിനേറ്ററിൽ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പിന്നെ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, അതിന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താ? ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റനെ ഒഴിവാക്കാം. പിന്നെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റന് 1 ആയിട്ട് എഴുതാം. അപ്പോൾ 1 പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി ഇതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാന്ന് വെച്ചാൽ 1 ബൈ കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടേം നോക്കിയാൽ 1 ബൈ കോസും 1 ബൈ സൈനും. 1 ബൈ കോസ് എന്താണ്? 1 ബൈ കോസ് സീക്കാണ്, സീക്ക് തീറ്റ. 1 ബൈ സൈൻ എന്താണ്? കൊസീക്ക് തീറ്റ. ആൻഡ് ഇവിടെ സൈൻ തീറ്റ 1, കോസ് തീറ്റ 1, പ്ലസ് 1 കിട്ടും. ഓക്കെ, നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് 1 പ്ലസ് സീക്ക് തീറ്റ കോസ് തീറ്റ, നമുക്ക് 1 പ്ലസ് സീക്ക് തീറ്റ കൊസീക്ക് തീറ്റ, right hand side. So we have proved that left hand side is equal to right hand side.
താങ്ക് യു.